നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ബർത്ത്ഡേ ഉള്ളതല്ലേ, അതായത് ജന്മദിനം. അപ്പോൾ നമ്മളെല്ലാം നോർമലി എന്താ ചെയ്യുന്നത്? കേക്ക് മുറിക്കും, രാത്രി കേക്ക് കട്ട് ചെയ്യുന്നു, ഗിഫ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു, കുറേ പേര് സ്റ്റാറ്റസ് ഇടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലേ. പക്ഷെ നമ്മൾ ആരും പേരൻസിനെ കുറിച്ച് ഓർക്കാറില്ല. ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നോർമലി കുഞ്ഞു പിള്ളേർ പിഞ്ച് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊന്നു കളയുന്നു, അല്ലെങ്കിൽ കുറേ പേര് അബോർട്ട് ചെയ്ത് കളയുന്നു. ആദ്യത്തെ കുഞ്ഞുണ്ടായി ഇത്ര മാസം കാലാവധി വെച്ച് അടുത്ത കുഞ്ഞാവയ്ക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, പണ്ടൊക്കെ കാലത്ത് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞാവ ഉണ്ടായി അടുത്ത വർഷം അടുത്ത കുഞ്ഞാവ, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാനാണല്ലോ അങ്ങനെയാണ്. എനിക്ക് ചേച്ചി ഉണ്ടായിരുന്നു, അടുത്ത വർഷം നെക്സ്റ്റ് ഈ ഒരു തന്നെ ഞാനുണ്ടായി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊന്ന് ആലോചിക്കായിരുന്നു, ഇപ്പോൾ ഉടനെ വേണ്ടാന്ന് വിചാരിച്ചാൽ എൻ്റെ അമ്മ ഒന്ന് അറിഞ്ഞ് ചാടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവായിരുന്നില്ല അല്ലേ. അല്ലെങ്കിൽ എൻ്റെ പപ്പ പറയുമോ ഇപ്പം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഇന്ന് ഉണ്ടാവായിരുന്നില്ല. ഇന്ന് 25ാമത്തെ ബർത്ത്ഡേ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുമായിരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയാൻ എനിക്ക് യാതൊരുവിധ യോഗ്യതയില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ജന്മദിനങ്ങൾ വരുമ്പം നമ്മുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നത് ഈ മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന രീതി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജന്മം തന്ന മാതാപിതാക്കളെ ഒന്ന് ഒരു നിമിഷം ഓർക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ജന്മദിനങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ഈ ഒരു ജന്മദിനങ്ങൾ മാറണം, അതാവണം നമ്മുടെ ഓരോരുത്തരുടെ ജന്മദിനത്തിൻ്റെ ആഘോഷം. അവർക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു 2 മിനിറ്റിന് നമ്മൾ സമയം കണ്ടെത്തണം. എനിക്ക് തോന്നിയ ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. താങ്ക് യു, ടാറ്റാ.